ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 6 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഒറ്റ വീഡിയോയിൽ ഫുൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇത്രയ്ക്ക് ലാഗ് അടിച്ചതിന് സോറി, കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ ബാലൻസ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യും. Question number 76. Cache memory is used to: Option A, reduce memory access time. Option B, increase storage. Option C, to implement pipelining. And option D, increase memory access time. ഇതിൻ്റെ ആൻസർ റെഡ്യൂസ് മെമ്മറി ആക്സസ് ടൈമാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസോ ഡേറ്റ എല്ലാം ഈ ക്യാഷ് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ CPU-ന് അത് പെട്ടെന്ന് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്പീഡ്. ക്യാഷ് മെമ്മറിക്ക് ഹൈ സ്പീഡുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് ആസ് കമ്പയർഡ് ടു മെയിൻ മെമ്മറി ഇതിൻ്റെ സൈസ് സ്മോൾ ആണ്. ബട്ട് രജിസ്റ്റേഴ്സിനേക്കാളും ഇതിന് ക്യാഷ് മെമ്മറിക്ക് നല്ല സൈസ് ഉണ്ട്. പിന്നെ തേർഡ് വരുന്നത് ഹൈറാർക്കി. ഇതിൽ ഹൈറാർക്കി 3 ലെവൽസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഓരോ ലെവൽ കൂടും തോറും അതിൻ്റെ സൈസ് ഇൻക്രീസ് ആവും, പിന്നെ സ്പീഡ് കുറയും. പിന്നെ ഉള്ളത് ക്യാഷ് കൊഹറൻസി, റിപ്ലേസ്മെൻറ്റ് പോളിസി ആൻഡ് റൈറ്റ് പോളിസീസ്. ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് വാട്ട് ഈസ് ക്യാഷ് മെമ്മറി, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ക്യാഷ് മെമ്മറിയിൽ ഓൾറെഡി നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് CPU-ന് അവിടെ പെട്ടെന്ന് അത് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ CPU-യുടെ ആക്സസ് ടൈം, മെമ്മറി ആക്സസ് ടൈം അവിടെ കുറയുവാണ്. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ CPU-യുടെ മെമ്മറി ആക്സസ് ടൈം റെഡ്യൂസ് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറിയുടെ മെയിൻ ഫീച്ചർ ഓർ മെയിൻ യൂസ് എന്ന് പറയുന്നത്. Question number 77. Size of virtual memory depends on: Option A, secondary memory. Option B, primary memory. Option C, cache memory. And option D, both A and B. ഇതിൻ്റെ ആൻസർ സെക്കൻഡറി മെമ്മറിയാണ്. ആക്ച്വലി വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അങ്ങനെ ഒരു സാധനം ആക്ച്വലി ഇല്ല, അതൊരു ഇല്യൂഷനാണ്. ഈ വിർച്വൽ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ റാം ഓർ മെയിൻ മെമ്മറിയിൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ ടെമ്പററി ആയിട്ട് ഡേറ്റാസ് എല്ലാം റാം ഡിസ്ക് സ്റ്റോറേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോസസ്സ് അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിന് മെയിൻ മെമ്മറിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് ഓർ മെമ്മറിയാണ് ആവശ്യമെങ്കിൽ ആ ഡേറ്റാസ് അങ്ങനെ സെക്കൻഡറി സ്റ്റോറേജ് ഡിസ്ക് സ്റ്റോറേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെയാണ് ബാലൻസ് പ്രോസസ്സേഴ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡേറ്റ സ്വാപ്പാണ് ബിറ്റ്വീൻ റാം ആൻഡ് ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് സ്വാപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സിന് ഒരു പ്രശ്നം വരത്തില്ല, ഒരു ഇഷ്യൂ വരത്തില്ല. അത് സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യും. അതും കൂടി മാനേജ് ചെയ്യാനായിട്ടാണ് ഈ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വിർച്വൽ മെമ്മറി ഫുള്ളി സെക്കൻഡറി മെമ്മറിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്റ്റോറേജ് റാമിൽ മെയിൻ മെമ്മറിയിൽ സ്റ്റോറേജ് കുറവാണെങ്കിൽ ഡയറക്റ്റ്ലി സെക്കൻഡറി മെമ്മറിയിലോട്ടല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ സൈസ് കൂടുന്തോറും വിർച്വൽ മെമ്മറിയുടെ സൈസും കൂടും. അപ്പോൾ അത് വിർച്വൽ മെമ്മറിയുടെ സൈസ് സെക്കൻഡറി മെമ്മറിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. Question number 78. Main memory is also known as: Option A, ROM. Option B, RAM. Option C, EEPROM. And option D, PROM. ഇതിൻ്റെ ആൻസർ റാം ആണ്, റാൻഡം ആക്സസ് മെമ്മറി. ഈ റാം ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ മെമ്മറിയാണ്. ആൻഡ് ഇത് വോളറ്റൈൽ മീനിങ് ഇപ്പോൾ പവർ ഓഫ് ആയാൽ അതിലുള്ള കണ്ടൻസ് എല്ലാം ലോസായി പോകും. അതാണ് വോളറ്റൈലിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ഇതിൽ നമുക്ക് റാം വെച്ചിട്ട് ഡേറ്റ പിന്നെ മെഷീൻ കോഡെല്ലാം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് CPU-ന് പെട്ടെന്ന് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ഓപ്പറേഷൻ, ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമുള്ള ഡേറ്റാസും മെഷീൻ കോഡെല്ലാം ഈ റാമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ CPU-ന് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ റാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാം, പിന്നെ റൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റാസൊക്കെ റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആക്സസിങ് ഈസി ആയിരിക്കും. പിന്നെ റാം 2 ടൈപ്പ് ഉണ്ട്, DRAM പിന്നെ SRAM. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം, SRAM എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാം ആണ്. രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഇൻ ടേംസ് ഓഫ് സ്പീഡ്, കോസ്റ്റ് ആൻഡ് പവർ കൺസപ്ഷൻ.
ഇതിൽ വേറെ ഉള്ള ഓപ്ഷൻസാണ്, ക്വസ്റ്റനിലുള്ള ഓപ്ഷൻസാണ് പ്രോം, ഇ പ്രോം ആൻഡ് ഇ പ്രോം. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറി, അതായത് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ പെർമനൻ്റ്ലി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല, ഡേറ്റാസ് ഓൾട്ടർ ചെയ്യാനും പറ്റത്തില്ല. ഈ റോമിൽ മാനുഫാക്ചറിങ് ടൈം തന്നെ അവർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ആഫ്റ്റർ മാനുഫാക്ചറിങ് നമുക്ക് ഡേറ്റാസ് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. ഈ റോമിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് മാസ്ക്ഡ് റോം, സെക്കൻഡ് വൺ പ്രോം, തേർഡ് വൺ ഇ പ്രോം, ഫോർത്ത് വൺ ഇ പ്രോം ആൻഡ് ഫിഫ്ത്ത് വൺ ഫ്ലാഷ് മെമ്മറി. മാസ്ക്ഡ് റോം, ഈ മാസ്ക്ഡ് റോമിനാണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. സോ ആഫ്റ്റർ മാനുഫാക്ചറിങ് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. ആൻഡ് ഇത് കോസ്റ്റ് എഫക്റ്റീവാണ് മാസ്ക്ഡ് റോം. ഇത് വൺസ് മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് റീപ്രോഗ്രാമോ ഓൾട്ടറിങ്ങോ ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വരുന്നതാണ് പ്രോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇത് നമുക്ക് ആഫ്റ്റർ മാനുഫാക്ചറിങ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡിലീറ്റ് ആക്കാനും പറ്റത്തില്ല, ഓൾട്ടർ ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ആഫ്റ്റർ മാനുഫാക്ചറിങ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ആണ് ഇ പ്രോം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ ടൈപ്പ് ഓഫ് റോമിൽ നമുക്ക് റീപ്രോഗ്രാമും ചെയ്യാൻ പറ്റും. ആഫ്റ്റർ മാനുഫാക്ചറിങ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും പറ്റും, അത് ഇറേസ് ചെയ്യാനും പറ്റും. ഇതിൽ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് യു വി ലൈറ്റ് വെച്ചിട്ടാണ് ഇതിലുള്ള കണ്ടൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇ പ്രോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ പേരിൽ തന്നെ നമുക്ക് അറിയാം ഇലക്ട്രിക്കലി ഇറേസബിൾ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് മീൻസ് വെച്ചിട്ടാണ് ഇതിലുള്ള ഡേറ്റാസ് എല്ലാം നമ്മൾ ഇറേസ് ചെയ്യുന്നത്. ഇതിൽ സെയിം നമുക്ക് ആഫ്റ്റർ മാനുഫാക്ചറിങ് റീപ്രോഗ്രാമും ചെയ്യാൻ പറ്റും, ഡേറ്റാസ് ഇറേസ് ചെയ്യാനും പറ്റും. ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇലക്ട്രിക്കൽ മീൻസ് വെച്ചിട്ടാണ് ഇതിൽ ഡേറ്റാസ് ഇറേസ് ചെയ്യുന്നത്. ബട്ട് 1 ബൈറ്റ് അറ്റ് എ ടൈം, ഒരു ടൈമിൽ 1 ബൈറ്റ് മാത്രമേ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് ടൈപ്പാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി ഇ പ്രോമിൻ്റെ ഒരു ടൈപ്പാണ്. ഇതിൽ നമുക്ക് ലാർജ് ചങ്ക്സ് ഓഫ് ഡേറ്റ റീപ്രോഗ്രാം ചെയ്യാനും പറ്റും, ഇറേസ് ചെയ്യാനും പറ്റും. വൺസ് നമുക്ക് ഇ പ്രോമിൽ 1 ബൈറ്റല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ടൈമിൽ 1 ബൈറ്റ് ഇറേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്ലാഷ് മെമ്മറിയിൽ ചങ്ക് ഓഫ് ഡേറ്റ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബ്ലോക്സ് ഓർ സെക്ടേഴ്സ് ആ വൈസാണ് നമ്മൾ ചെയ്യുന്നത്. Question number 79, 1 MB is equal to 1048576 ബൈറ്റ്സ് ആണ്. ഇതിൽ നമ്മൾ ഒരു ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ബൈറ്റ്സ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ മാത്രം പഠിച്ചു വെക്കണം. അതാണ് ഇത്. ഈ കോളം ഇത് മാത്രം നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇതിലുള്ള സെയിം ഓർഡർ തന്നെ പഠിച്ചു വെക്കണം. ഓർഡർ മാറിപ്പോയാൽ ഫുള്ളും തെറ്റിപ്പോവും. ഫസ്റ്റ് വൺ ബൈറ്റ്, അത് കഴിഞ്ഞിട്ട് KB, MB, GB, TB, PB, EB, ZB, YB, XB. ഈ ഓരോ ഓർഡർ പഠിച്ചാൽ നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ ഏത് യൂണിറ്റിലാണോ ചോദിച്ചിരിക്കുന്നത് ആ യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 1 MB നമുക്ക് ബൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നമുക്ക് ഈ ഓർഡർ അറിയാം. ബൈറ്റ് KB, MB, GB, TB, PB, EB, ZB, YB ആൻഡ് XB. നമ്മൾ MBയെ ബൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 1 MB അതിന് മുകളിലുള്ള KB ആയിട്ട് മാറ്റാം. 1 MB is equal to 1024 KB. KB ബൈറ്റാക്കി മാറ്റാൻ നമുക്ക് എന്ത് കിട്ടും? 1 KB is equal to 1024 ബൈറ്റ്സ്. അപ്പോൾ 1024 × 1024 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. 1 GB is equal to 1 how much KB. 1 GB is equal to how much KB എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 1 GB, GBൻ്റെ മുകളിലുള്ളത് എന്ത്? MB. 1 GB is equal to 1024 MB. MBനെ നമുക്ക് KB ആയിട്ട് മാറ്റാം. അപ്പോൾ 1024 × 1024 KB. അപ്പോൾ 1 GB is equal to 1024 × 1024 KB. ഇതിന് ബൈറ്റ്സ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു KB, 1 KB is equal to 1024 ബൈറ്റ്സ്. അപ്പോൾ 1024 × 1024 ബൈറ്റ്സ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് TB ആണ് ബൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ 1024 × 1024 × 1024 × 1024. അപ്പോൾ 1024⁴. ഇപ്പോൾ എനിക്ക് ZB ബൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ 1 2 3 4 5 6 7 ആ ZBക്ക് മുകളിൽ എത്ര യൂണിറ്റ് ഉണ്ടോ അത്ര ടൈം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 1024⁴
സെറ്റ് ബിക്ക് മുകളിൽ എത്ര ഉണ്ട് 1 2 3 4 5 6 7 റൈസ് ടു 7. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ബിനെ ബൈറ്റാക്കി കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ സെറ്റ് ബി നമുക്ക് ജി ബിയുടെ വാല്യൂകൾ വേണമെങ്കിൽ സെറ്റ് ബിക്കും ജി ബിക്കും നടക്ക് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കണം. സെറ്റ് ബിക്കും ജി ബിക്കും അകത്ത് 1 2 3 4 അപ്പോൾ 1024 റൈസ് ടു 4 ജി ബി ആണ് 1 സെറ്റ് ബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 80 1 പെറ്റാബൈറ്റ് എസ്. നമുക്കറിയാം പി ബിയുടെ മേളിലുള്ളത് ടെറാബൈറ്റ്സ് ആണ്. അപ്പോൾ 1 പെറ്റാബൈറ്റ് ഇസ് ഈക്വൽ ടു 1024 ടി ബി. അതാണ് ആൻസർ. കണ്ടോ ഇവിടെ പി ബി അതിൻ്റെ മേളിലുള്ളത് ടെറാബൈറ്റ് ആണ്. അപ്പോൾ 1 പെറ്റാബൈറ്റ് ഇസ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്സ്. Question number 81. Address of the next instruction to be executed from memory is stored in option A data register, option B program counter, option C accumulator and option D none of these. ഇതിൻ്റെ ആൻസർ പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടർ സി പി യുവിലുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്. ആൻഡ് ഇത് നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് അഡ്രസ്സിന് പോയിൻ്റ് ഔട്ട് ചെയ്ത് വയ്ക്കും. അതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ മെയിൻ പർപ്പസ്. ഇതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിറ്റ് സൈക്കിൾ. ഇപ്പോൾ ഒരു മെമ്മറി അഡ്രസ്സിൻ്റെ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, നമ്മൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനിലാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ദെൻ ലോഡായി അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് പോകും. അവിടെയാണ് ഡീകോഡിങ്ങും എക്സിക്യൂഷനും നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ ആദ്യം നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിൻ്റ് ചെയ്യും. അടുത്ത് അതിൻ്റെ ടൈം വരുമ്പോൾ അതിലുള്ള ഇൻഫർമേഷൻ അങ്ങനെ ലോഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് കൊടുക്കും. അവിടെ കൊടുക്കുമ്പോഴാണ് ഡീകോഡിങ് ആൻഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇൻക്രിമെൻറ്റിങ്. ഈ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫെച്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഏത് മെമ്മറി അഡ്രസ്സിലാണോ ഉള്ളത് ആ മെമ്മറി അഡ്രസ്സിലോട്ട് ഇൻക്രിമെൻ്റായി പോവും. അതാണ് ഇൻക്രിമെൻറ്റിങ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ വേറെ ഒരു പ്രോസസ്സിലോട്ട് ജമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. മെമ്മറി അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. അതാണ് ഇൻക്രിമെൻറ്റിങ്. സെക്കൻഡ് സ്റ്റെപ്പിൽ അതാണ് നടക്കുന്നത്. തേർഡ് വൺ ബ്രാഞ്ചിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ കണ്ടീഷണൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫങ്ഷൻ കോൾസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ ഡിഫറെൻറ്റ് മെമ്മറി അഡ്രസ്സിലോട്ട് പോവും. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മെമ്മറി ലൊക്കേഷൻസ് ഉള്ളതെങ്കിൽ ഇപ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വൺ ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കണ്ടീഷണൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എനിക്ക് ഈ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ബ്രാഞ്ചിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറിയും പോകാറുണ്ട്. അത് സീക്വൻഷ്യലായിട്ട് പോകത്തില്ല. ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ മെമ്മറി അഡ്രസ്സ് പറയുന്നത് ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്ത് പോകും. ആൻഡ് ഇത് ഒരു ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. ഇങ്ങനെ ഈ പൊസിഷൻ മെമ്മറി അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് പോകുമല്ലോ, അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺ വരുന്നത് എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ സബ്റൂട്ടീൻ. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത ഒരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കറണ്ട് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂ സേവ് ആക്കിയിട്ട് കോൾ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ആവും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ളത് ഈ അഡ്രസ്സിലോട്ടല്ലേ, ബ്രാഞ്ചിങ് വരുമ്പോൾ എനിക്ക് ഈ അഡ്രസ്സിലോട്ടാണ് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുത്തെ മെമ്മറി അഡ്രസ്സ് കോൾ സ്റ്റോക്കിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അവിടുത്തെ വാല്യൂ കോൾ സ്റ്റോക്കിലോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ചില ആർക്കിടെക്ചറിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഓർ ഇൻറ്ററപ്റ്റ് വന്നാൽ ആ പ്രോഗ്രാം കൗണ്ടർ ടെമ്പററി ആയിട്ട് എവിടെയാണോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റൊട്ടീൻ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പോകും. അവിടെ പോയിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കഴിയുമ്പോൾ തിരിച്ച് ആ പ്രോഗ്രാമിൻ്റെ ഒറിജിനൽ വാല്യൂയിലേക്ക് വരും. ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ റിസീവ് ചെയ്യാനായിട്ട് ഒറിജിനൽ വാല്യൂയിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് വരും. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ സ്റ്റെപ്സ് ഓർ ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഫെച്ച് സൈക്കിൾ. അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ അതിൻ്റെ ടൈം വരുമ്പോൾ അതിലുള്ള ഡേറ്റാസ് എടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെയാണ് ഡീകോഡിങ് ആൻഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. സെക്കൻഡ് വൺ ഇൻക്രിമെൻറ്റിങ്. നമ്മളിപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് അത് എക്സിക്യൂഷനിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ടുള്ള മെമ്മറി അഡ്രസ്സിലോട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് അവിടെ ഇൻക്രിമെൻറ്റ് നടക്കും. തേർഡ് വൺ ബ്രാഞ്ചിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടീഷണൽ ജമ്പ് ഒരു ഫങ്ഷൻ കോൾസ് ഒക്കെ വരുമ്പോൾ ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ മാറും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു മെമ്മറി അഡ്രസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സീക്വൻഷ്യൽ അല്ല വേറെ ഏതോ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. അത് തിരിച്ച് വരാനായിട്ടുള്ളതാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ വന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള കറണ്ട് വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂ കോൾ സ്റ്റോക്കിലോട്ട് സേവ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോളിലോട്ട് പോകുന്നത്. പിന്നെ ഫംഗ്ഷൻ കോൾ അവിടെയുള്ള പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ തിരിച്ച് സേവ് ചെയ്ത ആ സെയിം വാല്യൂവിൽ തന്നെ തിരിച്ചു വരും. അതാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇത് സം ആർക്കിടെക്ചർ ചില ആർക്കിടെക്ചറിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഒരു ഇൻ്ററപ്റ്റ് എന്തെങ്കിലും നടന്നാൽ ഈ പ്രോഗ്രാം കൗണ്ടർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റൊട്ടീൻ ലൊക്കേറ്റ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സിലോട്ട് പോകും. അവിടെ പോയിട്ട് ഈ എക്സെപ്ഷൻ എല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് ഒറിജിനൽ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം റെസ്യൂം ചെയ്തിട്ട് അവിടെ ഒന്ന് എക്സിക്യൂഷൻ കണ്ടിന്യൂസ് ചെയ്യും. ഇതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഈ അഡ്രസ്സ് കോൾ സ്റ്റോക്കിലോട്ട് സേവ് ചെയ്യും. ആഫ്റ്റർ സേവിങ് ഓൺലി ഇത് വേറെ മെമ്മറി ലൊക്കേഷനിലോട്ട് ജമ്പ് ആകുന്നത്. കണ്ടീഷണൽ ജമ്പ് ഓർ ഫംഗ്ഷൻ കോൾ വരുമ്പോൾ സേവ് ചെയ്തിട്ടാണ് ജമ്പ് ആകുന്നത്. പിന്നെ ഇവിടുത്തെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഓവർ ആകുമ്പോൾ തിരിച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സെയിം പ്ലേസ് ഓർ സെയിം വാല്യൂവിൽ തന്നെ തിരിച്ചു വരും. ഇതാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. നെക്സ്റ്റ് വൺ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഒരു ചില ആർക്കിടെക്ചറിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഓർ ഇൻറ്ററപ്റ്റ് വന്നാൽ ആ പ്രോഗ്രാം കൗണ്ടർ ടെമ്പററി ആയിട്ട് എവിടെയാണോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റൊട്ടീൻ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പോകും. അവിടെ പോയിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കഴിയുമ്പോൾ തിരിച്ച് ആ പ്രോഗ്രാമിൻ്റെ ഒറിജിനൽ വാല്യൂയിലേക്ക് വരും. ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യാനായിട്ട് ഒറിജിനൽ വാല്യൂയിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് വരും. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ സ്റ്റെപ്സ് ഓർ ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഫെച്ച് സൈക്കിൾ. അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ അതിൻ്റെ ടൈം വരുമ്പോൾ അതിലുള്ള ഡേറ്റാസ് എടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെയാണ് ഡീകോഡിങ് ആൻഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. സെക്കൻഡ് വൺ ഇൻക്രിമെൻറ്റിങ്. നമ്മളിപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് അത് എക്സിക്യൂഷനിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ടുള്ള മെമ്മറി അഡ്രസ്സിലോട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് അവിടെ ഇൻക്രിമെൻറ്റ് നടക്കും. തേർഡ് വൺ ബ്രാഞ്ചിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടീഷണൽ ജമ്പ് ഒരു ഫംഗ്ഷൻ കോൾസൊക്കെ വരുമ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു മെമ്മറി അഡ്രസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സീക്വൻഷ്യൽ അല്ല വേറെ ഏതോ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. അത് തിരിച്ച് വരാനായിട്ടുള്ളതാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ വന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള കറണ്ട് വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂ കോൾ സ്റ്റോക്കിലോട്ട് സേവ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോളിലോട്ട് പോകുന്നത്. പിന്നെ ഫംഗ്ഷൻ കോൾ അവിടെയുള്ള പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ തിരിച്ച് സേവ് ചെയ്ത ആ സെയിം വാല്യൂവിൽ തന്നെ തിരിച്ചു വരും. അതാണ് സബ്റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺസ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇത് സം ആർക്കിടെക്ചർ ചില ആർക്കിടെക്ചറിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഒരു ഇൻ്ററപ്റ്റ് എന്തെങ്കിലും നടന്നാൽ ഈ പ്രോഗ്രാം കൗണ്ടർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റൊട്ടീൻ ലൊക്കേറ്റ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സിലോട്ട് പോകും. അവിടെ പോയിട്ട് ഈ എക്സെപ്ഷൻ എല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ തിരിച്ച് ഒറിജിനൽ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം റെസ്യൂം ചെയ്തിട്ട് അവിടെ ഒന്ന് എക്സിക്യൂഷൻ കണ്ടിന്യൂസ് ചെയ്യും. ഇതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 81 to 85 വരെ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നമുക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്